അതായത് കേരളത്തിലെ സ്വർണ്ണവില ഇനി മുന്നോട്ട് തന്നെയാണ്, കൂടുക തന്നെ ചെയ്യും. കാരണം ഒന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പുറത്തെ ഈ പറഞ്ഞ യുദ്ധം അവസാനിച്ചിട്ടില്ല, അവസാനിക്കാൻ ഉള്ള നീക്കങ്ങളും കാണുന്നില്ല. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കുകളൊക്കെ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് കൂട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു, അതും നടന്നില്ല. അപ്പോൾ അത് നടക്കാത്തിടത്തോളം പിന്നെയും മറ്റു മേഖലകളിൽ നിന്ന് തിരിഞ്ഞ് ഗോൾഡിലേക്ക് തന്നെ എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ആക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡിന് പുറത്ത് മറ്റു രാജ്യങ്ങളൊക്കെ ഭയങ്കരമായി ഗോൾഡ് സ്റ്റോക്ക് ഗവൺമെന്റിലേക്ക് മേടിച്ചു കൂട്ടുകയാണ്. അതൊന്ന്. രണ്ടാമത്, കേരളത്തിൽ ഇപ്പോൾ ഇനി ഓണം സീസൺ വരികയാണ്. അപ്പം സ്വാഭാവികമായും അതും ഒരു കാരണമാണ്. അതുകൊണ്ട് ഇനി സ്വർണ്ണവില പെട്ടെന്ന് താഴുകയില്ല, കുതിക്കുക തന്നെ ചെയ്യും. സർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഇത്രയധികം കുതിപ്പ് അത് സാധാരണക്കാർക്കിടയിലും ഉപഭോക്താക്കൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിലെ ചാഞ്ചാട്ടം വിപണിയിൽ ആശങ്ക വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിരന്തരം വിലയിൽ ഉയർച്ചയുണ്ടായിട്ടും സ്വർണം വിൽക്കാൻ ഇപ്പോൾ ഉപഭോക്താക്കൾ തയ്യാറാകുന്നില്ല എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ശരിക്കും അത് സത്യമാണോ? പ്രത്യേകിച്ച് കൈവശമുള്ള സ്വർണം വിറ്റ് പണമാക്കുന്ന രീതി വളരെയധികം കുറഞ്ഞിട്ടുണ്ടോ? ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണോ പലരും ഇങ്ങനെ സ്വർണം വിൽക്കാൻ മടിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഗോൾഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചോളം വില 3-4 ദിവസമായി ഈ വില കൂടുതൽ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഉള്ളത് കൊണ്ട് ഇനിയും അത് കൂടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്കും ഉള്ളത്. അതുകൊണ്ട് ആണ് സ്വർണ്ണ വിൽപ്പന അല്പം കുറഞ്ഞിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ വില ഒരു സ്റ്റഡി ആയിട്ട്, ഒരു ഉയർന്ന വിലയിൽ തന്നെ സ്റ്റഡി ആയിട്ട് കുറച്ച് ദിവസം നിൽക്കാമെങ്കിൽ പിന്നീടെയും സ്വർണം വിൽക്കാനായിട്ട് വരും, ഒരു സംശയവും വേണ്ട. തീർച്ചയായും. അപ്പം ഈ സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയാണ്? കാരണം സ്വർണ്ണ വിൽപ്പന തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതോ പഴയ സ്വർണം ഇപ്പോൾ വിൽക്കാൻ ആളുകൾ മടിക്കുന്നതോടെ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പഴയ സ്വർണം എടുക്കുന്ന ഒരു രീതി കണ്ടിരുന്നു, അതിപ്പോൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല സ്വർണ്ണവില 2 ലക്ഷം തൊടുമെന്നൊക്കെയുള്ള ഒരു പ്രവചനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതും അധികം വൈകാതെ സംഭവിക്കാനിടയുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണ വ്യാപാരം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? അതൊരു പ്രശ്നമാണ്. വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വില കൂടുതൽ വ്യാപാരത്തെ ശരിക്കും ബാധിക്കും, കച്ചവടങ്ങൾ കുറയും, ഒരു സംശയവുമില്ല, അതിനകത്ത് ഒരു തർക്കവുമില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിലുള്ള 18 കാരറ്റും 14 കാരറ്റും ഇപ്പൊ വേണ്ട 9 കാരറ്റും ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ 9 കാരറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിന് 5000 രൂപയേ ഉള്ളൂ. 14 കാരറ്റ് മേടിക്കുകയാണെങ്കിൽ 7200 രൂപയേ ഉള്ളൂ. 18 കാരറ്റ് മേടിക്കുകയാണെങ്കിൽ 14000 രൂപയേ ഉള്ളൂ, അല്ലെ 11000 രൂപയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പണ്ട് നമുക്ക് 22 കാരറ്റ് അല്ലാതെ ഒരു സ്വർണം വാങ്ങിക്കുന്ന ഒരു രീതി കേരള ജനങ്ങൾക്ക് ഇല്ലായിരുന്നു. അത് മാറിയിട്ട് ഇപ്പം കാലത്തിന്റെ ഗതി മാറിയതും വില കൂടുതലും അനുസരിച്ച് ഇപ്പോൾ 18 കാരറ്റിലേക്ക് ഒത്തിരി അധികം ആളുകൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി 14 കാരറ്റ് വന്നാലും 9 കാരറ്റ് വന്നാലും അതൊക്കെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെ മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് 18ഉം 14ഉം 9 കാരറ്റും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവർക്കത് വാങ്ങിക്കാനുള്ള പിന്നെ ചിലർക്ക് സംശയങ്ങളുണ്ട്. ജനങ്ങൾക്കെല്ലാം ഉള്ള ഒരു സംശയമാണ്, 18 കാരറ്റും 14, 9 മേടിച്ചാൽ അത് കളിപ്പീരാണ്, ഞങ്ങൾക്ക് നഷ്ടമല്ലേ? ഒരിക്കലും നഷ്ടമല്ല. 18 കാരറ്റ് എന്റെ കടയിൽ അല്ലെങ്കിൽ കടകളിൽ വന്ന് മേടിക്കുമ്പോൾ ഞങ്ങൾ 18 കാരറ്റിന്റെ വിലയെ അതിനെടുക്കുന്നുള്ളൂ. തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ 18 കാരറ്റിന്റെ വില തിരിച്ചു കിട്ടും. 14നും 9നും ഒക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരറ്റ് 18ഓ 14ഓ 9ഓ മേടിക്കുന്നതിന് ഒരു ധൈര്യക്കുറവും കാണിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് വാങ്ങാം, എപ്പോ വേണേലും വിൽക്കാം, അതിന്റെ വില തിരിച്ചു കിട്ടും, ഒരു സംശയം വേണ്ട. തീർച്ചയായും. ഇപ്പോൾ ഒരു ചോദ്യം കൂടെ, അതായത് ഈ വിലയിലെ ചാഞ്ചാട്ടമൊക്കെ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പഴയതുപോലെ ബുക്കിംഗ് സൗകര്യം എത്രത്തോളമാണ് ഇന്ന് സജീവമായിരിക്കുന്നത്? മാത്രമല്ല ഇപ്പോൾ സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ആശങ്കകൾ മിക്ക ചെറുകിട ആളുകൾക്കിടയിലൊക്കെ ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് വ്യാപാരത്തിൽ. അപ്പോൾ സ്വർണ്ണ വ്യാപാരത്തിൽ സർക്കാർ സഹായം എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്?
സർക്കാരിൽ നിന്ന് ഒരു സഹായവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഒരു സഹായവും ലഭിക്കുന്നില്ല. പിന്നെ മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഗ്ലോബൽ ഗോൾഡ് പാർക്ക് തുടങ്ങുന്നതിനു വേണ്ടി 10 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നല്ല കാര്യം തന്നെയാണ്. അത് പാർക്ക് തൃശ്ശൂരോ എറണാകുളമോ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് കോടികളുടെ ചെലവുള്ളതാണ്. ഗവൺമെന്റിന്റെ ശരിയായ സപ്പോർട്ട് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൊഴിലാളികളെ സംബന്ധിച്ചോളം കുറച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പുതിയ ബോംബെയിലും മറ്റ് അന്യ സംസ്ഥാന കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ നമുക്ക് ഇവിടെ തന്നെ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നികുതി വരുമാനം ശരിക്കും വർദ്ധിക്കും. അങ്ങനെ ഒരു പദ്ധതിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് ഒരു വലിയ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ ഗവൺമെന്റിന് വരുമാനം കൂടും. സ്വർണ്ണപ്പണിക്കാരെ സംബന്ധിച്ചോളം സ്വർണ്ണപ്പണിക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു അവസരം കൂടി സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ അതല്ലാതെ മറ്റ് യാതൊരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യാപാരികളെ സംബന്ധിച്ചോളം ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് തൊഴിൽ കണ്ടെത്തി പണിയെടുക്കുന്ന വ്യാപാരികളാണ്. ആരെയും സഹായം കൂടാതെ സ്വന്തം നിലയ്ക്ക് കച്ചവടം ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, പെൻഷനോ അല്ലെങ്കിൽ സബ്സിഡി എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ടോ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.